വളരെ സന്തോഷമുണ്ട്. ഇന്ന് കളത്തിപ്പുഴ CSI ദേവാലയത്തിൽ കടന്നു വന്ന് സഭയുടെ 44ാമത് സഭാദിനത്തിൽ വാർഷിക ആരാധനയിൽ പങ്കുചേരുവാൻ ഇടയാകുന്നതിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മുടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ കൺവെൻഷൻ യോഗമായിട്ട് വചന പ്രഘോഷണമായിട്ട് ധ്യാനമായിട്ട് ഒരുമിച്ച് കൂടിയിരുന്നു. ഇന്ന് ഈ സഭാദിനത്തോടുകൂടി വാർഷിക സമ്മേളനത്തോടുകൂടി ആരാധനയോടുകൂടി അത് സമാപിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു സഭയെ സംബന്ധിച്ച് അതിൻ്റെ വാർഷികം അല്ലെങ്കിൽ സഭാദിനം അല്ലെങ്കിൽ പ്രതിഷ്ഠ ദിന പെരുന്നാൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. പ്രത്യേകമായിട്ട് പറഞ്ഞാൽ സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്ന അവസരമാണ്. സ്തുതി സ്തോത്രങ്ങൾ പ്രതിഷ്ഠാദിനത്തിൽ വാർഷിക ദിനത്തിൽ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണോ ദേവാലയം ആരംഭിച്ചത് അന്നു മുതൽ ഇന്ന് വരെ ദൈവം നടത്തിയ എല്ലാവിധമായ നന്മകളെയും ഓർത്ത്, സഭയുടെ മേൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത്, സഭാ മക്കളുടെ മേൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഈ വാർഷിക ആരാധന എന്ന് പറയുന്നത്. പ്രതിഷ്ഠാദിന പെരുന്നാൾ എന്ന് പറയുന്നത്, സഭാദിനം എന്ന് പറയുന്നത്. ഇഷ്ടികലയിലൊക്കെ പറയുമ്പോൾ പ്രത്യേകമായിട്ടും പ്രതിഷ്ഠാദിന പെരുന്നാൾ എന്നാണ് പറയുന്നത്. പ്രതിഷ്ഠാദിന പെരുന്നാൾ, പള്ളി പ്രതിഷ്ഠിച്ച ദിനം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ചിലർ കല്ലിട്ട പെരുന്നാൾ എന്ന് പറയും, പള്ളിക്ക് അടിസ്ഥാനമിട്ട ദിവസമാണത് ഓർക്കുന്നത്. ചിലർ ആരാധന ഒരു ഗ്രൂപ്പായിട്ട് തുടങ്ങിയ അത് പള്ളി അല്ല, ഒരു ആരാധന കൂട്ടം തുടങ്ങിയതും പള്ളി ആരംഭമായിട്ട് കണക്കാക്കാറുണ്ട്. അങ്ങനെ വിവിധ രീതിയിൽ അവിടെ കൊണ്ടാടാറുണ്ട്. ഇവിടെ നമ്മൾ സഭാദിനം എന്നുള്ള രീതിയിലാണ് കൂടുതലായിട്ട് പ്രചാരമായിട്ട് ഉള്ളത്. സഭാദിനം എന്ന് പറഞ്ഞാൽ സഭ ആരംഭിച്ച ദിനം എന്നുള്ളത് തന്നെ. അതുപോലെ തന്നെ വാർഷിക ആരാധന എന്നൊക്കെ നമ്മൾ പറയാറുമുണ്ട്. ഏതാണെങ്കിലും ഏത് പേരിൽ അറിയപ്പെട്ടാലും ഒരു കാര്യം ശരിയാണ്, സഭ സ്ഥാപിതമായ അന്നു മുതൽ ആ വർഷം വരെ, ആ ദിവസം വരെ ദൈവം നടത്തിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സഭാമക്കൾ ഒരുമിച്ച് കൂടുന്ന, വളരെ പ്രത്യേകമായിട്ട് കൂടുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് 44ാമത് സഭാദിന ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും ദൈവനാമത്തിൽ ഞാൻ നേരുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ച് വളരെ നേരത്തെ എന്നോട് പറയുകയും എന്നെ ക്ഷണിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അച്ഛന്മാരെ ഞാൻ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അരുൾദാസ് അച്ഛനെ ഞാൻ സമയത്ത് ഓർക്കുന്നു. ക്ഷീണമായിട്ട് അച്ഛൻ ഇരിക്കുന്നു. അച്ഛനെയും കൊച്ചമ്മയും കുഞ്ഞിനെയും ഈ സമയത്ത് ഓർക്കുന്നു. സഭയുടെ ഭരണസമിതി അംഗങ്ങളെ ഓർത്ത് പ്രത്യേകമായി ദൈവത്തിന് നന്ദി കരേറ്റുന്നു. നമുക്ക് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന എത്രയും സ്നേഹമുള്ള ഓൾഡയുടെ അച്ഛൻ വളരെ സുസൃഗമായി ഈ നാളുകളിൽ സഭയ്ക്ക് വേണ്ട എല്ലാവിധമായ കൈത്താങ്ങലുകളും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സഭയ്ക്ക് മാത്രമല്ല മഹായുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്കും അച്ഛൻ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റും. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘ അംഗങ്ങൾ, കുട്ടികൾ, പ്രായമുള്ളവർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റും. പ്രത്യേകിച്ച് ഈ സഭ 44 വർഷം മുമ്പ് ആരംഭിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന പിതാക്കന്മാരെ നേതൃത്വം നൽകിയവരിൽ ഒരാൾ നമ്മുടെ പോൾ സാർ ഇവിടെ ഉണ്ട്. ഞങ്ങളെ കണ്ട് വർത്തമാനമൊക്കെ പറയുകയും ചെയ്തിരുന്നു. അത് വളരെ സന്തോഷമാണ് എനിക്ക് ഞാൻ കാണുന്നു. അദ്ദേഹം വളരെ ഉത്സാഹത്തോടെ ഇന്ന് ഈ ആരാധന സംബന്ധിക്കും. ഒരുപക്ഷെ നമ്മെക്കാളൊക്കെ അധികമായി എങ്ങനെയായിരുന്നു ഇവിടുത്തെ രീതികളെന്നും എങ്ങനെ ഇത് ആരംഭിച്ചു എന്നും എന്നുള്ളതിനെക്കുറിച്ചൊക്കെയും അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ 2025 ആണ്ടിൽ എത്തി നിൽക്കുമ്പോൾ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് അദ്ദേഹത്തിന് നിങ്ങളെക്കാൾ അപ്പുറമായി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം മാറ്റങ്ങൾ അദ്ദേഹത്തിന് അറിയാം. എങ്ങനെയായിരുന്നു നമ്മുടെ ഈ സഭ, ഇപ്പോൾ എന്തായി നിൽക്കുന്നു, ഏറ്റക്കുറച്ചിലുകൾ, ഉയർച്ച താഴ്ചകൾ, പുരോഗമനങ്ങൾ എല്ലാം അവർക്കറിയാം. അവരിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ബാക്കിയുള്ള ആൾക്കാരത് മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും അത് അനുഗ്രഹമായി നിൽക്കുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കുളത്തപ്പുഴ എന്ന് പറയുന്ന ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് എസ്റ്റേറ്റുമായിട്ടുള്ള ബന്ധമാണ് കൂടുതലായിട്ട് ഉള്ളത്. ധാരാളം ഭൂമി ഇവിടെ എസ്റ്റേറ്റായിട്ട് ബന്ധപ്പെട്ടുണ്ട്. റബ്ബർ എസ്റ്റേറ്റും പിന്നെ ഒരുപക്ഷെ കാപ്പി എസ്റ്റേറ്റും എന്തെല്ലാമെന്ന് എനിക്കറിയത്തില്ല. റബ്ബറുകൾ ഞാൻ പോകുന്ന വഴിക്കൊക്കെ കണ്ടത്. ഒരുപക്ഷെ നമ്മിൽ പലർക്കും അതുപോലെ സ്ഥലങ്ങളും റബ്ബറുകളും കാണുമായിരിക്കും, മറ്റ് ദേഹങ്ങൾ കാണുമായിരിക്കും. എന്നിരുന്നാലും അതെല്ലാം ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെല്ലാം നമുക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. വഴിവക്കിൽ
ഹൈവേയുടെ വക്കിൽ തന്നെ നമുക്ക് മനോഹരമായി ഇത്രയും സ്ഥലം ലഭിക്കാനും അതിമനോഹരമായൊരു ആലയം ഉണ്ടാക്കുവാനും ദൈവം കൃപ ചെയ്തിരിക്കുന്നു. അതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇന്ന് 4 പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സ്ഥിരീകരണം കൺഫർമേഷൻ കൂടെ നൽകുന്നുണ്ട്. അത് മറ്റൊരു പ്രത്യേകതയാണ്. ഇന്നലെ 2 ദിവസങ്ങളിലായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ കേൾക്കുവാൻ, ധ്യാനിപ്പാൻ ദൈവം നിങ്ങൾക്ക് സഹായിച്ചു. വചനം പ്രഘോഷിച്ച പ്രിയപ്പെട്ട ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പെരുന്നാളിലേക്ക് ഞങ്ങളെ വിളിച്ചതിന് ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഡയസിസൻ ഓഫീസേഴ്സായിട്ട് എന്ന പലരും കടന്നു വരും എന്ന് പറഞ്ഞിരുന്നു. ദിവ്യ ഇവിടെ വന്നിട്ടുണ്ട്, രജിസ്ട്രാർ വന്നിട്ടുണ്ട്. വേറെ ആരാണ് ഒരുപക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ എത്തുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് സ്ഥിരീകരണത്തിലാണ്ട് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകമായ ദൈവത്തിന് നന്ദി കരയും. സാധാരണഗതിയിൽ സ്ഥിരീകരണം പ്രത്യേകമായിട്ട് നടത്തുമ്പോൾ കുട്ടികളോട് കൂടുതലായിട്ട് ചോദിക്കാനും പറയാനുള്ള അവസരം കിട്ടും. ഇന്ന് പക്ഷേ പെരുന്നാളും കൂടെ കൂടി വരുന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളോട് മാത്രം ചോദിച്ചുകൊണ്ടിരുന്നാൽ ആൾക്കാർക്കും അത് പിള്ളേർക്കുള്ളതല്ല, എന്നാൽ ഞങ്ങൾ പോയേക്കാരെന്ന് പറഞ്ഞാൽ ആകെ കുഴപ്പമായി. അതുകൊണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, പ്രസംഗത്തിനിടയ്ക്കായിരിക്കും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഉത്തരം പറഞ്ഞേക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. അറിയാവുന്ന പോലെ എന്ത് ചെയ്താൽ മതി, ഉത്തരങ്ങൾ പറഞ്ഞാൽ മതിയാകും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാൻ മുമ്പായിട്ട് ഒരു വേദവാക്യം, 1-2 വേദവാക്യങ്ങൾ ഞാൻ വായിക്കണം. ഒന്ന് ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം, 5ഉം 6ഉം വാക്യങ്ങൾ. ഏഴും കൂടെ ചേർത്ത് വായിച്ച്. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. മതി. ഒരു നിമിഷമൊക്കെ പ്രാർത്ഥിക്കും. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി നന്ദിയുടെ സ്തോത്രം. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമുള്ള ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി, ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി, അത് ഞങ്ങൾ ഈ ഭൂമിയിൽ അനുസരിച്ച് ഒടുക്കം അങ്ങയുടെ സന്നിധിയിൽ വന്നു ചേരുന്നതിന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതായ നന്ദിയുടെ സ്തോത്രം. അത് ദിനംതോറും വായിച്ച് ധ്യാനിച്ച് അതിൻ പ്രകാരം നടന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വന്നു ചേരുവാൻ, ഈ ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യരായി ജീവിപ്പാൻ, ദൈവമക്കളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. അല്പസമയം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്നവിടുത്തെ മക്കൾ ഒരുപോലെ അനുഗ്രഹിക്കണമേ. അടിയും പറയുന്നപ്പുറമായ ആഴങ്ങളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായി. മഹത്വത്തിൽ അങ്ങ് മാത്തെടുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ കേൾക്കണമേ. ആമേൻ. മറ്റൊരു വാക്യം കൂടെ വായിക്കാം. 1 രാജാക്കന്മാർ 6-ാം അധ്യായം 1-ാം വാക്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടതിന്റെ 480-ാം സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമോന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ സീൻ മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടതിൻ്റെ 480-ാം വർഷം ദൈവാലയം പണിയാൻ തുടങ്ങി. ദേവാലയത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ ഒരു വാർഷികം കൂടെ കൊണ്ട് 44-ാമത് വാർഷികം കൊണ്ടാടുന്നതുകൊണ്ടാണ് ഞാൻ ആ വാക്യം കൂടെ എടുത്തത്. അപ്പോൾ അത് കൃത്യം കണക്കാണ് അല്ലേ, കൃത്യം കണക്കാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതിൻ്റെ ശേഷം 480 സംവത്സരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ ദേവാലയം പണിയാൻ തുടങ്ങി. ഓക്കെ, ജനറലായിട്ട് ചോദിക്കുക, കുഞ്ഞുങ്ങളോടാണ് ചോദ്യം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ എത്ര വർഷം അവിടെ മിസ്രൈമിൽ താമസിച്ചു? അടിമകളായിരുന്നു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു ഓർമ്മ വരുന്നുണ്ടോ? എത്ര വർഷം മിസ്രൈമിൽ അവർ അടിമകളായിരുന്നു? 40. ഓക്കെ, വേറെ ഏതെങ്കിലും ഉത്തരവുണ്ടോ?
മിസ്രൈമിൽ അവർ താമസിച്ചു. യാക്കോബും ആൾക്കാരെല്ലാം കൂടെ എന്ത് ചെയ്തു? അവിടെ പോയി താമസിച്ചു. എൻ്റെ കൃത്യം കണക്ക് പറയുന്നത് എത്ര വർഷമാണ്? 40. ഓക്കെ, പേരുകാർ പറയാവോ? ഒന്നുകൂടെ പറഞ്ഞേ. ജനങ്ങൾക്ക് പറയാം മോനെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ? 400 വർഷം. ഓക്കെ, ഇനി ഉത്തരവുണ്ടോ? 400. ആരാ പറഞ്ഞേ? കൈവകിക്ക്. പ്രൈസ് ലോർഡ്. ഓക്കെ, പല ഉത്തരങ്ങൾ പറഞ്ഞു. 40 പറഞ്ഞു, 50 പറഞ്ഞു, 400 പറഞ്ഞു, 430 വർഷം. അതിന് പറഞ്ഞതാണ്, അമ്മച്ചി പറഞ്ഞതാണ് ശരി. 430 വർഷം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ഫറവോന്റെ അടിമത്തത്തിൽ താമസിച്ചു. 430 സംവത്സരം തികഞ്ഞ അന്ന് എന്ത് ചെയ്തു? അവരവിടുന്ന് പുറപ്പെട്ടു. 430 വർഷം എന്ന് അങ്ങനെ താമസിക്കാൻ കാരണം എന്തായിരിക്കും? പറയാൻ കേട്ടോ, കുഴപ്പമൊന്നും. കുട്ടികളോടാണ് ചോദ്യമെങ്കിലും എല്ലാവർക്കും കൂടെ പറയാം. അതിനാ 431 ആകാഞ്ഞേ, അല്ലെ 429 ആകാഞ്ഞ് എന്താണ്? പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് 430 വർഷം തികഞ്ഞ് അന്ന് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. 31 ആകാൻ സാധിച്ചില്ല, കാരണം അർദ്ധരാത്രിയിൽ തന്നെ അവർ പുറപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കല്ലേ. അർദ്ധരാത്രി പുറപ്പെടാൻ കാരണം അർദ്ധരാത്രി കഴിഞ്ഞ് വന്നാൽ എന്താണ്? 31ാമത്തെ വർഷം തുടങ്ങുകയാണ്. അതങ്ങനെ പോയില്ല. എന്താണെന്നറിയാമോ? എന്തായിരിക്കും? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണേ. ഓക്കെ, കാരണം അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമായിരുന്നു. ദൈവം അബ്രാഹാമിനോട് ചെയ്ത വാഗ്ദത്തമായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ വായിച്ച് ഓർക്കുന്നുണ്ടാവാം. അബ്രാഹാം ദൈവവുമായിട്ടുള്ള ദൈവ ആരാധനയിൽ ആയിരിക്കുന്ന സമയത്ത് യാഗം കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? എങ്ങനെ മൃഗങ്ങളെ യാഗം കഴിച്ച് അവിടെ ഇരിക്കുന്നു. സമയം കുറേ ആയി, അങ്ങനെ പോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ദൈവം പ്രത്യക്ഷമായിട്ട് പറയാനൊരു മന്ദമായ സ്വരം കേട്ടു. അത് ഇങ്ങനെ പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് അല്ലെങ്കിൽ അന്യദേശത്ത് 430 സംവത്സരം എന്ത് ചെയ്യും? അവിടെ അടിമകളായിട്ട് താമസിക്കേണ്ടി വരും. ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും അവർ സഹിക്കും. അതിനുശേഷം ഞാൻ അവരെ എന്ത് ചെയ്യും? ഈ വാഗ്ദത്ത നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. അതാണ് അബ്രാഹാമിനോട് ചെയ്ത വാഗ്ദത്തം. കൃത്യം 430 സംവത്സരമായ അന്ന് അവർ പുറപ്പെട്ടു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ആചരിച്ച പെസഹ പെരുന്നാളും ക്രൂശീകരണവും വെല്ലുവിളിയാഴ്ചയും ഒക്കെ നമ്മൾ ആചരിച്ചു അല്ലേ. അതിനകത്ത് ബന്ധപ്പെട്ട് വരുന്നതാണ് അതെല്ലാം കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ നമ്മൾ ധ്യാനിച്ച് കാണാം. പെസഹയുടെ ആചരണം അവിടെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്തു? പുറപ്പെട്ടു പോകുന്നിട്ട് ഇപ്പം എത്ര വർഷമായി? 480 വർഷം കൂടെ കഴിഞ്ഞു. 480 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ എന്തായി? അവർ ആലയമുണ്ടാക്കി. നമ്മൾ ഇതുപോലെ സ്ഥിരമായിട്ടുള്ള ആലയം പണിയാനായിട്ട് തുടങ്ങി. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വിശുദ്ധ ദൈവവചനം, വിശുദ്ധ വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ വായിച്ചാൽ പല ഡേറ്റുകളും വർഷങ്ങളും കാര്യങ്ങളെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്നതിൻ്റെ നിവൃത്തിയായിട്ട് വരും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടും അതോടൊപ്പം വിശ്വാസത്തോടും കൂടെ എന്ത് ചെയ്യുക? വായിക്കുക. അത് നമ്മെ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള ദർശനമുള്ള ആൾക്കാരായിട്ട് നമ്മെ മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സഭ സ്ഥാപിതമായിട്ട് എത്ര വർഷമായി? 44 കേട്ടോ. പുത്തൻ തലമുറ ഓർത്തോണം, 44. പ്രായമുള്ള ആൾക്കാർക്ക് വയ്യാതാകുമ്പോൾ ആ കാര്യം ഓർക്കാനും ധ്യാനിക്കാനും ഒക്കെയുള്ള സ്തോത്രം ചെയ്യാനുള്ള അവസരമാണ് അത് എന്നുള്ള കാര്യം തർക്കമില്ല. നമ്മുടെ ഇവിടെ നിങ്ങളിൽ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം ചെയ്യാറുണ്ട്. എന്തിൻ്റെ ഒരു റിപ്പോർട്ട് വായിക്കാറുണ്ട് അല്ലേ? റിപ്പോർട്ട് വായിക്കാറുണ്ട്. നല്ല കാര്യമാണ്. എന്നാണ് സഭ തുടങ്ങിയത്, ആരൊക്കെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് വളരെ സംക്ഷിപ്തമായൊരു റിപ്പോർട്ട്, വാർഷിക റിപ്പോർട്ട് നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. ആരാധനയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം കഴിയുമ്പോൾ അത് അവതരിപ്പിക്കുകയും ചെയ്യും. അത് പുത്തൻ തലമുറയ്ക്ക് പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വെളിച്ചം നൽകും, അറിവ് നൽകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, നമ്മുടെ 44ാമത് പള്ളി പ്രതിഷ്ഠാപന പെരുന്നാളിൽ സഭാദിനത്തിൽ നമ്മളിവിടെ വന്നിരിക്കുന്നു.
ഞാൻ ആദ്യത്തെ വാക്യങ്ങളും പിന്നത്തെ വാക്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അത് വായിച്ചതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, പെരുന്നാളുകൾ, സമാധിനത്തെക്കുറിച്ചോ പെരുന്നാളിനെക്കുറിച്ചോ ഇനി വേദോസ്തുവിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ചില ആൾക്കാർക്ക് ഒരു രീതിയുണ്ട്, നമ്മൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും വേണ്ട, ആഘോഷങ്ങളൊന്നും വേണ്ട. ആഘോഷങ്ങൾ വേണ്ടെന്ന് വേദോസ്തുവിൽ പറഞ്ഞിട്ടുണ്ടോ? നോക്കണോ അല്ലേ? നോക്കിക്കോ, വീട്ടിൽ ചെന്ന് സമയം കിട്ടുന്ന പോലെ വായിച്ചു നോക്കുക. ആഘോഷങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആഘോഷങ്ങൾ നടത്താൻ ആരാണ് പറഞ്ഞത്? അതെങ്ങനെ നടത്തണമെന്നാണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറഞ്ഞത്? വേണ്ട എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യത്തിൻ്റെ അന്തസത്ത, അതിൻ്റെ അകത്തെ കാതലായുള്ള കാര്യങ്ങൾ അന്നത്തേനും ഇന്നത്തേനും വ്യത്യാസമുണ്ടോ? ആ ദൈവമാണോ ഇന്ന് നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം, ഓർത്തിരിക്കണം. പലർക്കും ഒരു ചിന്തയുണ്ട്, പഴയ നിയമത്തിലെ ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം എവിടുത്തെ ദൈവമാണ്? പുതിയ നിയമത്തിലെ ദൈവമാണെന്നൊരു ചിന്തയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പാഠമായിട്ട് വായിച്ച ഭാഗം അല്ലേ, അതിനകത്ത് ഒരാളെക്കുറിച്ച് ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആരാ നിങ്ങൾ പറയാമോ? ഒന്നാം പാഠം വായിച്ചപ്പോൾ ഒരാളുടെ പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു? കിടന്നുറങ്ങിയെന്നും സ്വപ്നം കണ്ടെന്നും ഒക്കെ പറഞ്ഞത് ആരായിരുന്നു? ഓർക്കുണ്ടോ? ഓർക്കുണ്ടോ? യാക്കോബ്. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഉത്തരം പറയണം. അതിവിടെ മാത്രമല്ല, എവിടെയാണേലും നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പറയുന്ന ഉത്തരത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെയൊക്കെ മാർക്കിടുന്നത് അല്ലേ? നമ്മൾ മിണ്ടാതിരുത്താൻ എന്ത് ചെയ്യും? അവർക്കൊന്നും ഒന്നും അറിയത്തില്ല, ഹോ എന്ന് പറഞ്ഞ് തള്ളുക. ചോദ്യം ചോദിച്ചാൽ ശരിയാളെയും തെറ്റാളെയും എന്ത് ചെയ്യണം? ടക്കെന്ന് ഉത്തരം പറഞ്ഞോണം അല്ലേ? അവൾ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു കെറ്റപ്പോടെ എന്ത് ചെയ്യണം? ചെയ്യലാണ്. ഒറ്റ നോട്ടത്തിൽ ഇവൻ കൊള്ളാം, ഇവൾ കൊള്ളാം എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രത്യക്ഷപ്പെടൽ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തോളം. ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യണം? തക്കെന്ന് ഉത്തരം പറഞ്ഞോളാം. തെറ്റോ ശരി അത് രണ്ടാമത് വരുന്നതാണ്. ശരി ഉത്തരം പറയണം എന്നുള്ളതാണ് കാര്യം. എങ്കിലും ഉത്തരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, യാക്കോബിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യാക്കോബ് എന്നാ കണ്ടെന്നാണ് പറഞ്ഞേ? യാക്കോബ് എന്നാ കണ്ടു? ഓക്കെ, അടുത്തൊരു ചോദ്യം. നിങ്ങൾ എന്തിനാ ഇന്ന് വന്നേ? സ്ഥിരീകരണം. സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരീകരിക്കാന്ന് പറഞ്ഞാൽ എന്താ? കൺഫർമേഷൻ എന്ന് പറഞ്ഞല്ലേ? കൺഫേം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അറിയാമെന്ന് പറഞ്ഞു വെച്ചാൽ മതി. ഉറപ്പിക്കുക അല്ലേ? എന്താ ഉറപ്പിക്കുന്നത്? എന്തായിരിക്കും ഉറപ്പിക്കുന്നത്? കേട്ടില്ല, ഇച്ചിരി ഉറക്കം പറയാം. ഉറക്കം പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഈ ഫാനിൻ്റെ ശബ്ദം കാരണം എനിക്ക് കേൾക്കത്തില്ല. അപ്പം പറഞ്ഞേ, എന്നാ പറഞ്ഞേ? ഓക്കെ, സ്ഥിരീകരിക്കുന്ന എന്താ? സ്ഥിരീകരിക്കുന്ന എന്താണെന്നാണ് അച്ഛൻ ഇവിടെ പാഠം വായിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ഒരു പുസ്തകത്തിൽ നോക്കി വായിച്ചല്ലേ? എന്താണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? നിങ്ങളുടെ ബപ്തിസ്മയെങ്കിൽ നിങ്ങളുടെ പേർക്ക് നിങ്ങളുടെ ജ്ഞാനപതാവാക്കന്മാരെടുത്തിരിക്കുന്ന പ്രതിജ്ഞകൾ അത് സ്വയമായി ഏറ്റെടുക്കാനും ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുത്തുകൊണ്ട് പോകാനായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ വന്നിരിക്കുന്നത്. അതിനുള്ള പഠനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? സാധാരണ മാതാപിതാക്കന്മാർക്കും കുട്ടികൾക്കും ഒരു ധാരണയുണ്ട്, ഇവിടെ വന്നു കൈവച്ച് പ്രാർത്ഥിച്ച് പോയി. പക്ഷെ അതല്ല. ഒരു സഭയെ സംബന്ധിച്ച് സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വളരെ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അവർ ദൈവവിശ്വാസത്തിൽ ഉറയ്ക്കുന്ന ഒരു സമയമാണ്. അവർ വിശ്വാസം ഏറ്റുപറയുന്ന അവസരമാണ്. ഓർത്തോണം, ഒരു തമാശയായിട്ട് എന്ത് ചെയ്യരുത്? നമ്മൾ പേരൻസ് കുഞ്ഞുങ്ങളെ സ്ഥിരീകരണത്തിലാണ്ട് വിടരുത്. നല്ല ഒന്നാന്തരമായിട്ടുള്ള പഠിപ്പിക്കൽ അവിടെ കൊടുക്കണം. എന്താണ് സ്ഥിരീകരണം? എന്തിനു വേണ്ടിയാണ് അവർ വന്നത്? എന്താണ് അവരുടെ ചെയ്യുന്നത്? എന്താണ് ഇവിടെ അവർ സമ്മതിച്ചു പോകുന്നത്? വേണം. ഇവിടെ പറയുന്നുണ്ട്, ഒരു ഉദാഹരണം പറഞ്ഞാൽ, എല്ലാ ദിവസവും വേദോസം വായിക്കുമെന്ന് ചോദിക്കുന്നു. വായിക്കുമെന്ന് പറഞ്ഞാൽ അവർ പോകുന്നു. കേട്ടോണം, ഇവിടെ പറഞ്ഞിട്ട് പോകുന്നത് എല്ലാ ദിവസവും വേദോസം വായിക്കും. ഏതെങ്കിലും പേരൻസ് ശ്രദ്ധിക്കുന്നുണ്ടോ അവർ വേദോസം വായിക്കുന്നുണ്ട്? നിങ്ങൾ ഒരിക്കൽ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഒരിക്കൽ ദൈവം ചോദിക്കും, നിങ്ങളുടെ മക്കൾ വേദോസം വായിച്ചോ എന്ന് നിങ്ങൾ നോക്കിയോ? അവരെൻ്റെ സന്നിധിയിൽ മുമ്പാകെ തീരുമാനമെടുത്തു പോയവരാണ്. നിങ്ങളത് ശ്രദ്ധിച്ചോ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമെന്ന് ഇവർ ഇവിടെ പറഞ്ഞിട്ട് പോവുകയാണ്. ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കുകയാണ്. വെറുതെ പറയുകയല്ല, പ്രതിജ്ഞ എടുത്തിട്ടാണ് പോകുന്നത്.
നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? മക്കൾ ഇവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ പറയാം. പ്രാർത്ഥിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുമെന്നാണ്, അതായത് വിശുദ്ധ ദിവസങ്ങളിൽ വരും എന്നും പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തിട്ടാണ് പോകുന്നത്. നിങ്ങൾ പേരൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും നമ്മുടെ മക്കൾ, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ മക്കൾ എല്ലാ ദിവസവും ദേവാലയങ്ങളിൽ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കുറ്റം നമ്മുടേതാണ് എന്ന് മറന്നു പോകരുത്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഓസ്ട്രേലിയയിൽ നമ്മുടെ 1-2 പള്ളികളുണ്ട്, അവിടെ പോയതാണ്. നമ്മുടെ പള്ളി എന്ന് പറഞ്ഞാൽ CSI പള്ളികൾ. അവിടെ നമ്മുടെ അച്ഛൻ ബിജു ജോസഫ് അച്ഛൻ, നമ്മുടെ ഇവിടുത്തെ അച്ഛനാണ്. അച്ഛൻ ഈ തവണ മെൽബണിൽ ഒരു പള്ളിയിൽ ഇരിക്കുകയാണ്, മെൽബൺ ചർച്ചിൽ. മെൽബൺ പള്ളിയിൽ അച്ഛന് 2 ഡ്യൂട്ടിയാണുള്ളത്. CSIയുടെ ആരാധന എടുക്കണം, ആംഗ്ലിക്കൻ്റെ ആരാധനയും കൂടെ എടുക്കണം. അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലാണ് പോയിരിക്കുന്നത്. ആംഗ്ലിക്കൻ ചർച്ചാണ്, അതിൻ്റെ ആ പള്ളിയിലാണ് ആരാധന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തെ ആംഗ്ലിക്കൻ ചർച്ചിനെക്കുറിച്ച്, ആ സഭയെക്കുറിച്ച് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ സഭ എങ്ങനെ ഉണ്ടായ തുടങ്ങിയ കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ 40 വർഷം 1947 അവിടെ ആ സഭ ഉണ്ടായത്, ആംഗ്ലിക്കൻ ചർച്ച് ഉണ്ടായത്. നമ്മുടെ സഭ ഉണ്ടായിട്ട് 20 വർഷം കഴിഞ്ഞു അവിടെ CSI ഉണ്ടായത്. അവിടെ ആംഗ്ലിക്കൻ ചർച്ചിൽ ഒറിജിനൽ 2 ആൾക്കാരുണ്ട്, 2 ആൾക്കാർ. പിന്നെ ബാക്കി തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ അവിടെ വന്നവർ CSIക്കാരാണ്. അവർ ആംഗ്ലിക്കൻ ആരാധനയാണ് കൊടുക്കുന്നത്, അവരും കൂടെ ഉണ്ട്, കുറച്ച് പേരുണ്ട്. എന്നാൽ ഒറിജിനൽ ആംഗ്ലിക്കൻ എന്ന് പറയുന്നത് 2 പേര് അവിടെ ഉണ്ട്. 2 മദാമ്മമാരാണ്, അമ്മച്ചിമാരാണ്, ഒത്തിരി പ്രായമുള്ളവരാണ്. അവർ 2 പേരും കൂടെ കാലം കഴിഞ്ഞാൽ ആംഗ്ലിക്കൻ ആരാധനയില്ല. അതുകൊണ്ട് അവർ പള്ളി നടത്താൻ പറ്റാതെ അവർ വിൽക്കാനായിട്ട് ഇട്ടിരിക്കുകയായിരുന്നു. ആ പള്ളി കൊണ്ടുനടക്കാൻ പറ്റത്തില്ല, നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. അതുകൊണ്ട് പള്ളി വിറ്റേക്കാമെന്ന് പറഞ്ഞ് വിൽപ്പനയ്ക്ക് വേണ്ടി ലിസ്റ്റ് ചെയ്ത പള്ളികളിൽ ഒരു പള്ളിയാണ് അതായത്. അപ്പോൾ അതാണ് നമ്മൾ മലയാളം CSI ആരാധനയൊക്കെ അവർ അന്വേഷിച്ച് വന്നപ്പോൾ ഈ പള്ളി അവർക്ക് കിട്ടി. അവരതിനൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 2 പേരുടെ മാതാക്കൾ, അവർക്ക് പിള്ളേരൊക്കെ ഉണ്ട്, പക്ഷെ അവർക്കൂടെ തീർന്നില്ല, പള്ളി തീർന്നു. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ഞാൻ പറയാം, ഇവിടെ സുമാർ 5 തലമുറ ആൾക്കാർ ഇരിപ്പുണ്ട് ഈ പള്ളിയിൽ ഇപ്പോൾ ആരാധന. 5 തലമുറ. ഇനി പിള്ളേർ, അതിനേക്കാളും ചെറുപ്പമുള്ളവർ, അതിനേക്കാളും വരിക ബാലന്മാർ, ചെറുപ്പക്കാർ, പ്രായമുള്ളവർ, സുമാർ 5 തലമുറയുണ്ട്. അവിടെ എത്ര തലമുറയേ ഉള്ളൂ? ഒറ്റ തലമുറയുള്ളൂ. അത് പ്രായമുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമില്ല. അവരുടെ കാലം തീർന്നാൽ തീർന്നു. നമുക്ക് കുറച്ചുകൂടെ പ്രതീക്ഷയുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം, അല്ലേ? നമ്മുടെ പള്ളിയിൽ ആരാ വരുന്നുണ്ട്? നമ്മുടെ മക്കൾ വരുന്നുണ്ട്, അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ കേട്ടോ. നിങ്ങൾ പ്രായമുള്ളൊരു വയ്യാതാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പിള്ളേരുണ്ട്, വരുന്നുണ്ട്. അതിനുവേണ്ടി അവരെ നമ്മൾ എന്ത് ചെയ്യാണ്? വചനത്തിൽ ഉറപ്പിക്കുകയാണ്, ദൈവത്തോട് ചേർത്ത് നിർത്തുകയാണ് സഭ മുമ്പോട്ട് പോകാൻ. യഥാർത്ഥത്തിൽ നമ്മൾ ഓർക്കേണ്ട പെരുന്നാളിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. പെരുന്നാൾ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് വേദവസ്തുത്തിൽ നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വിശ്വാസ കൈമാറ്റത്തിൻ്റെ അവസരങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസ കൈമാറ്റത്തിൻ്റെ അവസരങ്ങളാണ് ഓരോ പെരുന്നാളുകളും, ഓരോ കുടിവരവുകളും. ചോദ്യം ഇതാണ്, വിശ്വാസ കൈമാറ്റം ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രായമുള്ളവരുടെ രീതികൾ, അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവരെ ആകമാനമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് പഠിക്കുന്ന നമ്മുടെ പുത്തൻ തലമുറ ദൈവവിശ്വാസത്തിലേക്ക് വരുമോ അതോ ദൈവവിശ്വാസം വിട്ടുപോകുമോ? സ്വയം ശോധനയ്ക്കായിട്ടും ചിന്തിക്കായിട്ടും പറയാം. ഓർക്കുക, പെരുന്നാളുകൾ, ആരാധനകളെല്ലാം വിശ്വാസ കൈമാറ്റത്തിൻ്റെ അവസരങ്ങളാണ്. അതുകൊണ്ട് തന്നെ വേദവസ്തുത്തിൽ നമ്മൾ നോക്കുമ്പോൾ പെരുന്നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അവരുടെ വേദവസ്ത്രം, അവരുടെ ന്യായപ്രമാണം വായിച്ചു കേൾപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്ന് കാണാൻ സാധിക്കും. പെരുന്നാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരം എന്ന് പറയുന്നത് ന്യായപ്രമാണം വായിച്ചു കേൾപ്പിക്കുകയും വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യും. അത് അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. ന്യായപ്രമാണം വായിക്കുകയും വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്ന് നമുക്ക് അങ്ങനെ വായിച്ച് കിട്ടേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ തന്നെ എന്തുണ്ട്? നമ്മുടെ പുസ്തകം, ഈ വേദപുസ്തകം ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? വായിക്കുന്നില്ലെന്ന് പറഞ്ഞു. പുസ്തകമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്, പക്ഷേ
വായിക്കുന്നില്ല. അന്നത് അങ്ങനെ സുലഭമല്ലായിരുന്നു. അവരുടെ വേദപുസ്തകം അല്ലെങ്കിൽ തോറ എന്ന് പറയുന്ന അവരുടെ ബൈബിൾ, ഇന്ന് അതെല്ലാം കൂടെ ഉൾപ്പെടെയുള്ള ഈ പുസ്തകം നമുക്ക് ഉണ്ട്. ദൈവത്തിൻ്റെ കരുണയാണ് പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടാകാൻ കാരണം. കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ പല ആളുകൾക്കും അക്ഷരാഭ്യാസം പോലും ഇല്ലായിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ മിഷണന്മാരുടെ അശ്രാന്ത പരിശ്രമം ഫലമായി എന്ത് ചെയ്തു? നമ്മുടെ പിതാക്കന്മാരും മാതാക്കളും അവർക്ക് എഴുതാനും വായിക്കാനും അറിയുമായിരുന്നു. വേറെ പത്രം വായിക്കാനല്ല അവരത് പഠിച്ചത്, പിന്നെയോ ദൈവ അവസരം കൊടുത്ത് ഇത് വായിക്കാൻ, ഈ പുസ്തകം വായിക്കാൻ. ചോദ്യം ഇതാണ്, നമ്മളിത് വായിക്കുന്നുണ്ടോ? വായിച്ചാൽ മാത്രമേ ഇത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വിശ്വാസ കൈമാറ്റം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് രണ്ടാം പാഠം വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് വളരെ രസകരമായൊരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഞാനിപ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര മിനിറ്റ് ആയി കാണും? 10-15 മിനിറ്റ് 20 മിനിറ്റ് ആകാൻ പോകുന്നു അല്ലേ? അതിൻ്റെ അകത്ത് പ്രസംഗം പൗലോസ് എത്ര മണിക്കൂർ പറഞ്ഞെന്നാ ഓർക്കുന്നുണ്ടോ? രണ്ടാം പാഠം വായിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞേ എത്ര മണിക്കൂർ പറഞ്ഞു കാണും? ആഴ്ചവട്ടത്തിൽ 1-ാം നാളിൽ, അതായത് ഞായറാഴ്ച. ശ്രദ്ധിച്ചായിരുന്നോ? എത്ര മണിക്കൂർ പറഞ്ഞു കാണും? രണ്ടാം പാഠം വായിച്ചപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ പറയുന്നില്ല, വേറെ നിങ്ങൾ തന്നെ വായിച്ചു വെച്ചാൽ മതി അല്ലേ? ഒത്തിരി നീട്ടി പറഞ്ഞതാണ് പറഞ്ഞേക്കുന്നത്, ബാക്കി അനന്തര സംഭവങ്ങളൊക്കെ വിട്ടേക്കാന്നാണ്. ഓക്കെ, പറഞ്ഞു വരുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. യേശുവിൻ്റെ കാലത്തും എന്തുണ്ടായിരുന്നു? ഈ ആചാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു അവിടെ ചെന്നപ്പോൾ, ദേവാലയത്തിൽ ചെന്നപ്പോൾ എന്ത് ചെയ്തു? യേശുവിൻ്റെ കയ്യിൽ ചുരുളെടുത്ത് കൊടുത്തു, വേദോസം കൊടുത്തു അല്ലേ? യേശു അത് തുറന്നു വായിച്ചു. എളിയവരോട് സത്യവർത്തമാൻ അറിയിപ്പാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞ ഭാഗം കൊണ്ട് മടക്കി കൊടുത്തു. എല്ലാവരും വരെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി. നമ്മളവർക്കത് വളരെ തമാശ രൂപമാണ് എഴുതിയേക്കുന്നത്. അല്ല, അതവിടുത്തെ രീതിയാണ്. ആരെങ്കിലും വിശേഷവിധിയായി ദേവാലയത്തിൽ ചെന്നാൽ, പ്രത്യേകിച്ച് പ്രവാചകന്മാർ അങ്ങനെയുള്ള ആൾക്കാർ ചെന്നാൽ എന്തു ചെയ്യും? പുസ്തകം വായിക്കാൻ കൊടുക്കും. ന്യായപ്രമാണമാണ് വായിക്കാൻ കൊടുക്കുന്നത്. വായിച്ചിട്ട് എന്തെങ്കിലും അരുളപ്പാടുകൾ എന്ത് ചെയ്യണം? അവർ പറയണം എന്നാണ്, വിശദീകരണം പറയണമെന്നാണ് എൻ്റെ സാരം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം കൊടുത്തിട്ട് വായിച്ചതിന് ശേഷം അവൻ എന്നാ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തത്? എല്ലാവരും അവൻ്റെ നേരെ ഇങ്ങനെ നോക്കി. അവൻ തിരിച്ചു നോക്കി. ആര്? യേശു പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കിയിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഈ വചനത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. അവർക്കത് സഹിച്ചില്ല എന്നാണ് തുടർന്നുള്ള ഭാഗം വായിക്കുന്നത് അല്ലേ? അപ്പോൾ അത് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട് അല്ലേ? ഇന്നും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഞാനിവിടെ നിൽക്കുകയാണ്. എല്ലാറ്റിലും വരുന്ന സ്ഥാനമാണ് ഇത്. വേദപുസ്തകത്തിൻ്റെ മുകളിലിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വചനം. ഇവിടെ പ്രഘോഷിക്കുകയാണ്, വായിക്കുന്നു, അതിൻ്റെ വ്യാഖ്യാനിച്ച് കൊടുക്കുകയാണ് കാലഘട്ടത്തിന് അനുസരിച്ച്. ഓക്കെ, പ്രിയമുള്ളവരെ, ഇവിടെ യാക്കോബ് കിടന്നുറങ്ങി, ദൈവത്തിൻ്റെ അരുളപ്പാട് അവന് കിട്ടി. ദൈവമാണ്, ദൈവത്തിൻ്റെ സന്നിധിയിലാണ് എന്നുള്ള ബോധം അവനുണ്ടായപ്പോൾ അവൻ ദൈവമായിട്ടൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് പോകുന്നത് അല്ലേ? ദൈവമായിട്ടൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് പോകുന്നത്. പറഞ്ഞൊരു കാര്യമുണ്ട്, ആ സ്ഥലത്തിന് അതുവരെ ലൂസ് എന്ന് പേരായിരുന്നു. അവൻ അതിനെ കല്ലെടുത്ത് നാട്ടി അത് അഭിഷേകം ചെയ്ത സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. പറഞ്ഞു ഒരു കാര്യം, ഞാൻ എൻ്റെ ദൈവം എൻ്റെ പിതാക്കന്മാരുടെ അടുത്തേക്ക് എന്നെ തിരിച്ചു വരുത്തുകയും എനിക്ക് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാവിധമായ സംഗതികൾ നൽകുകയും ചെയ്താൽ ഞാൻ തിരികെ വരുമ്പോൾ എന്തു ചെയ്യും? ഞാൻ ഇവിടെ ദൈവത്തെ ആരാധിക്കും എന്ന് പറഞ്ഞു. മാത്രമല്ല, ദശാംശം കൊടുക്കാൻ എനിക്ക് ദൈവം തരുന്ന എല്ലാ സംഗതികളിലും ഞാൻ ദൈവത്തിന് ദശാംശം കൊടുക്കും എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തുകൊണ്ട് യാക്കോബ് പോകുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എന്നുള്ള പറയുന്നത് കേട്ടുകൊണ്ട് പോവുക എന്നുള്ളതല്ല. ദൈവവചനം നമ്മൾ കേട്ട് നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ച് തീരുമാനമെടുത്തുകൊണ്ട് പോകുന്ന അവസരമാണത്. ഓരോ വിശുദ്ധ ദിവസങ്ങളിലും നാം ഇവിടെ വന്ന് നമ്മുടെ പാപങ്ങളും കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് വിശുദ്ധ സംസർഗം കൈകൊട്ടതിന് ശേഷം നമ്മൾ ഓരോ പുതിയ മനുഷ്യനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്. നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ എന്താ? ദൈവമേ, അങ്ങേക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. അങ്ങനെയുള്ള ആശീർവാദം വാങ്ങിക്കൊണ്ടാണ് നമ്മൾ തിരികെ പോകുന്നത് അല്ലേ? പോകുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യനായിട്ടാണ് പോകുന്നത്, പുതിയ ചിന്തകളുമായിട്ടാണ്, പുതിയ കാഴ്ചപ്പാടുകളുമായിട്ടാണ് പോകുന്നത്. ലോകം വളരെ വളരെ വിഭിന്നമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു ജീവിതമല്ല ലോകത്തുള്ളത്. അപ്പോൾ ആ വളരെ വൈഷമ്യമേറിയ ജീവിത സാഹചര്യങ്ങളിലേക്ക് പ്രിയമുള്ളവർ നിങ്ങൾ ഇറങ്ങുകയാണ്. ഈ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അവനിൽ ധൈര്യപ്പെട്ടുകൊണ്ട്. ഇന്നത്തെ ചിന്താവിഷയമായി ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് എല്ലാം നശിച്ചു,
എല്ലാം തീർന്നു എന്ന് ചിന്തിച്ചപ്പോൾ അതിനെല്ലാം നടുവിൽ ഇല്ല, ഇതൊരു പുതിയ തുടക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പോകുന്നു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്, അല്ലേ? നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ എന്നുള്ള കാര്യങ്ങളുണ്ടായ ഒന്നുമേ ഇല്ലായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ഉയർപ്പ്, മരണം, ജീവിതം, ജനനം എല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനേ നമുക്ക് ഉള്ളൂ. ഏറ്റവും അവസാനം ഈ കർത്താവ് വീണ്ടും വരും എന്നാണ് ചെയ്തിരിക്കുന്നു. അതിന് അനുഗുണമായ ജീവിത രീതി കെട്ടിപ്പണി ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീയുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, കർത്താവിൻ്റെ പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനുള്ള പ്രാർത്ഥന അറിയാമോ? അറിയത്തില്ലാത്ത കൈവക്കിക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനുള്ള പ്രാർത്ഥന നമ്മൾക്കറിയാമോ? ഓക്കെ, എല്ലാവർക്കും അറിയാം അല്ലേ? ഓക്കെ. 10 കൽപ്പന അറിയാമോ? 10 കൽപ്പന 10ഉം അറിയാമോ? 10ഉം അറിയാവുന്നതിനെ കൈവക്കിക്ക് 10 കൽപ്പന 10ഉം അറിയാമോ? ഓക്കെ. വിശ്വാസ പ്രമാണം അറിയാമോ? എത്ര വിശ്വാസ പ്രമാണമുണ്ട്? വിശ്വാസ പ്രമാണം എത്ര എണ്ണം ഉണ്ട്? 2 3 2 അല്ലേ? ഓക്കെ. വിശ്വാസ പ്രമാണം ആകെ 3 ഉള്ളത്. നമ്മൾ പ്രധാനമായിട്ട് 2 എണ്ണമാണ് പഠിക്കുന്നത്. ഏതെല്ലാം? അപ്പോസ്തലിക വിശ്വാസ പ്രമാണം, പിന്നെ നിക്കാ വിശ്വാസ പ്രമാണം. വിശുദ്ധ സംസർഗുള്ള ഞായറാഴ്ചകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നിക്കാ വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. ഓക്കെ. നമ്മൾ ഏത് പള്ളിക്കാരാ? ഇവിടെ കുളത്തുപ്പുഴ പള്ളി എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സഭയുടെ പേരെന്താ? ഏത് സഭയാണ് നമ്മൾ? CSI സഭ. CSI സഭ എന്ന് പറഞ്ഞാൽ എന്താ? CSI എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഫുൾ ഫോം പറഞ്ഞേ. CSI പറഞ്ഞേ. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. മിടുക്കൻ. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ളതാണ് CSI. വേറെ ഏതെങ്കിലും സഭയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? 1-2 സഭകളുടെ പേര് പറഞ്ഞേ. വേറെ? കത്തോലിക്ക, മാർത്തോമ. കത്തോലിക്ക മാർത്തോമയും മാത്രമേ ഉള്ളോ കുളത്തുപുഴയിൽ? ഓർത്തഡോക്സ്, പിന്നെ പെന്തക്കോസ്ത് സഭകൾ അല്ലേ? ധാരാളം സഭകൾ. ഓക്കെ. അതും സഭയെ ഇതും സഭയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ സഭകളും നമ്മുടെ സഭയായിട്ടുള്ള വ്യത്യാസം എന്നാ? നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞാൽ മതി. അയ്യോ തിരുമേനി ഇതൊന്നും ഞങ്ങളെ പഠിപ്പിച്ചില്ലല്ലോ എന്ന് അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾക്കറിയാവുന്നതാണ് എൻ്റെ ചോദ്യം. നമ്മൾ കാരണവന്മാർ, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ വ്യത്യാസം അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മുടെ പിള്ളേരൊക്കെ എന്നാ ചെയ്യുന്നു? അവരുടെ സൗകര്യം അനുസരിച്ച് ഓരോരോ പള്ളിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ അങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല. പൊതുവെ CSIയുടെ ഒരു രീതി പറയാം. അവർക്കറിയത്തില്ല നമ്മുടെ സഭ എന്താണ്, നമ്മുടെ സഭയുടെ പ്രത്യേകത എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവർക്കെല്ലാം പൊതുവായിട്ടാണ് തോന്നുന്നു. ഓക്കെ, അതങ്ങനെയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇപ്പോൾ വന്ന് സഭ തന്നെ വേണമെന്ന് അവർക്കില്ല. അവരെവിടെ എന്ത് ചെയ്യും? പോകും. കുറ്റം ആർക്കായിരിക്കും? ആരുടെ ആയിരിക്കും കുറ്റം? പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെയൊക്കെ തന്നെ പറഞ്ഞാൽ മതി അല്ലേ? ഓക്കെ. നമ്മുടെ സഭ CSI സഭയാണ്. എന്നാ മക്കളെ രൂപീകൃതമായത് സഭ? നമ്മുടെ സഭ എന്നാ ഉണ്ടായത്? 1947. ഓക്കെ, 1947 സഭ ഉണ്ടായത് അല്ലേ? ഓക്കെ. അതിന് മുമ്പോ നമ്മുടെ സഭ ഉണ്ടായിരുന്നോ? അത് സഭയുടെ പേരെന്നാന്ന് LMS. ഓക്കെ. 47 മുമ്പ് നമ്മൾ LMS ആയിരുന്നു. 47 എന്തായി? 47 CSI. അതെങ്ങനെ അങ്ങനെ ഉണ്ടായത്? ഓക്കെ. CSI സഭയിൽ ആരെല്ലാം കാണും? ഏതെല്ലാം ആൾക്കാർ കാണും? ഇനിയിപ്പോൾ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരീകരണം തരേണ്ടി വരും കേട്ടോ.
ഇവർക്കേ ഉള്ളൂ എന്ത്. ഓക്കെ, വളരെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് കൂടെ പറഞ്ഞാൽ നമുക്ക് നിർത്താം. 1947 നമ്മുടെ സഭ CSI എന്ന ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഉണ്ടായത്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലുള്ള ചർച്ച് എന്നാണ് എൻ്റെ അർത്ഥം. സൗത്ത് ഇന്ത്യയിൽ ഏതെല്ലാം സ്ഥലത്ത് കാണും ഈ CSIക്കാരെ? സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏതെല്ലാം സ്റ്റേറ്റ് അതിൻ്റെ അകത്തുണ്ട്? നിശ്ചയമായിട്ടും കേരളമുണ്ട് അല്ലേ? നമ്മളിവിടെ കേരളമുണ്ട്. പിന്നെ ഏതാളെ? അതായത് ഞാനിത് ചോദിക്കാൻ കാരണം വെച്ചാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വെള്ള വസ്ത്രമൊക്കെ ഇട്ടാണല്ലോ വന്ന്, എന്നാ അതിൻ്റെ കാര്യം? അപ്പോൾ ഞങ്ങൾ സ്ഥിരീകരണമായിരുന്നു. അയ്യോ സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്നാ? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ബിഷപ്പ് വന്ന് എന്ത് ചെയ്താലേ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥിരീകരിക്കുകയാണ്, വിശ്വാസം ഉറപ്പിക്കുന്ന സംഗതികളൊക്കെ. ഓക്കെ, നിങ്ങൾ ഏത് പറയും? CSI സഭ എന്ന് പറഞ്ഞാൽ എന്നാന്നേ? അതെന്നാ ഉണ്ടായെന്ന്? എന്താണ് അതിൻ്റെ പഠിപ്പിക്കൽ എന്ന് ചോദിച്ചാൽ നമുക്ക് വല്ലതും അറിയാവോ? നമുക്കൊന്നും അറിയത്തില്ല, ഒന്നുമേ അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയല്ല ഞങ്ങളുടെ അവിടെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു, കഴിഞ്ഞ കൊല്ലം. അതിൻ്റെ അകത്ത് ഒരു ചോദ്യം ചെയ്തായിരുന്നു, CSIയുടെ ഫുൾ ഫോം പറയണം. നമ്മുടെ സ്ഥാപനത്തിൽ ജോലി കൊടുക്കാനുള്ള ഒരാളാണ്, CSIക്കാരൻ തന്നെയാണ്, ഒരു ചെറുപ്പക്കാരൻ. CSIയുടെ ഫുൾ ഫോം പറയണമെന്നാണ് അതിൽ ഒരു ചോദ്യം. പറഞ്ഞ് ചർച്ച് ഓഫ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, ബാക്കി അറിയത്തില്ല. നിങ്ങൾ പറ, അദ്ദേഹത്തിന് CSIയുടെ സ്ഥാപനത്തിൽ ജോലി കൊടുക്കണം. CSIക്കാരൻ ചെറുപ്പക്കാരൻ ജോലി അന്വേഷിച്ച് CSI സഭയുടെ സ്ഥാപനത്തിൽ ജോലി എടുക്കാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുക. ചോദിക്കുന്നത് CSIക്കാർ തന്നെയാണ് ചോദിക്കുന്നത്, CSIക്കാരനാണ് ചോദ്യം ഇത്രയേ ഉള്ളൂ, CSIയുടെ ഫുൾ ഫോം പറയണം. ആർക്കൊരെണ്ണം കിട്ടുന്നത് അല്ലേ? ഞാൻ പറഞ്ഞത് എവിടെ ഇരിക്കുന്നു നമ്മുടെ തലമുറയുടെയൊക്കെ നമ്മുടെ സഭയെക്കുറിച്ചുള്ള അറിവ്, ബോധ്യം? ഇവിടെയൊക്കെ കുറെ കൂടെ വ്യത്യാസമാണെന്നാണ് എൻ്റെ വിചാരം. ചർച്ച് ഓഫ് നിൽക്കുക, സൗത്ത് ഇന്ത്യ എന്ന് പറയാൻ അറിയത്തില്ല, SI അറിയത്തില്ല. എങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലി കൊടുത്താൽ അവർക്ക് എങ്ങനെ ജോലി ചെയ്യും? പറഞ്ഞ പക്ഷം. ഓക്കെ, പറഞ്ഞ CSI എന്ന് പറഞ്ഞാൽ 1947 മുമ്പ് നമ്മുടെ സഭകളെല്ലാം LMS എന്ന് പറയുന്ന മിഷൻ സൊസൈറ്റിയുടെ ആ പാരമ്പര്യമനുസരിച്ചായിരുന്നു വന്നത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന ആ മിഷൻ സൊസൈറ്റിയിലെ അവർ വന്ന സഭകളിലെ അവർ വന്നപ്പോൾ അവരുടെ ആരാധനാ രീതികളും പ്രാർത്ഥനാ രീതികളും കേരളത്തിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞാൽ തെക്കൻ തിരുവിതാംകൂർ എന്ന് നമുക്ക് വേണേൽ പറയാം, ആ പ്രദേശങ്ങളിൽ വേല ചെയ്തിരുന്നു. ഓക്കെ, മധ്യ കേരളത്തിലും ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? അവർ LMSകാരായിരുന്നോ? അറിയാമോ? അവർ CMS എന്നാണ് പറയുക, ചർച്ച് മിഷൻ സൊസൈറ്റി എന്നാണ് പറയുക. അപ്പോൾ അത് ആംഗ്ലിക്കൻ സഭയുടെ മിഷൻ വിങ് ആണ് അത്. അപ്പോൾ അവരിവിടെ വന്നപ്പോൾ ആംഗ്ലിക്കൻ ആരാധന രീതികൾ എന്ത് ചെയ്തു? അവർ പഠിപ്പിച്ചു, ആ രീതിയിൽ സുവിശേഷ വേല ചെയ്തു പോയി. ഓക്കെ, വടക്കൻ കേരളത്തിലോ? വടക്കൻ കേരളത്തിൽ ബാസൽ മിഷനാണ് സുവിശേഷ വേല ചെയ്തത്. അതുകൊണ്ട് അവരുടെ രീതിയിലാണ് എന്ത് ചെയ്ത് അവിടെയുള്ള ആൾക്കാർ ആയിത്തീർന്ന ആരാധന രീതികളാണ് ഉണ്ടായത്. അവിടെയും ഇതിനകത്തെല്ലാം ചെറിയ സഭകൾ, ചില പോക്കറ്റ് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, മിഷൻ സഭകളൊക്കെ ഉണ്ട് താൻ. പൊതുവെ പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് 3 വ്യത്യസ്ത ആരാധനാ രീതികൾ ഉണ്ടായിരുന്നു. ഒന്ന് LMS ആണ്, മറ്റൊന്ന് CMS ആണ്, മറ്റൊന്ന് BMS ആണ്, ബാസൽ മിഷനാണ്. ഓക്കെ, പിന്നെ എന്തിനാണ് ഒന്നായത്? ഒന്നായത് വേറെ ഒന്നിനും വേണ്ടിയല്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, CSI സഭ രൂപീകരണമാകുന്നതിന് ഏതാണ്ട് 16 വർഷത്തോളം സഭാപിതാക്കന്മാർ പ്രാർത്ഥിച്ചു എന്നാണ്, ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. വ്യത്യസ്തമായ ഈ സഭാ പാരമ്പര്യത്തിലുള്ള മിഷണറി നേതാക്കന്മാരും പിതാക്കന്മാരും അവർ നീണ്ട 17 വർഷം ഇതിനുവേണ്ടി പലവിധമായ ചർച്ചകളൊക്കെ നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ അനന്തരഫലമായിട്ടാണ് 1947 CSI സഭ രൂപീകരണമാകാൻ അങ്ങനെ ഒരു ഐക്യപ്പെടലിന് ഒരു കാരണമുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് 3 സെക്ഷനായിട്ട് തിരിഞ്ഞ് പ്രവർത്തിക്കാൻ കാരണം ഈ മിഷണറിമാർ LMSകാർ കേരളത്തിൽ ഉടനീളം എന്ത് ചെയ്തു? വേല ചെയ്യാൻ തുടങ്ങി. CMSകാർ എന്ത് ചെയ്തു? കേരളത്തിൽ ഉടനീളം എന്ത് ചെയ്യാൻ? വേല ചെയ്യാൻ തുടങ്ങി. BMSകാർ എന്ത് ചെയ്തു? കേരളം മുഴുവൻ ഓടി നടന്ന് വേല ചെയ്തപ്പോൾ കേരളത്തിൽ മാത്രമല്ല മറ്റെല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ആയിരുന്നു.
വില ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, കേരളം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുസ്വര രാഷ്ട്രമാണ് അല്ലേ, വ്യത്യസ്ത മതങ്ങളും വിശ്വാസങ്ങളുമുള്ള ഒരു രാജ്യമാണ്. അവിടെയുള്ള നല്ല കഴിവും പ്രാപ്തിയും അറിവുമുള്ള നേതാക്കന്മാർ, അവർക്കൊരു സംശയം. അവരുടെ അടുത്ത് LMSകാർ പറയുന്നു യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം എന്നാലേ നിങ്ങളെ രക്ഷപ്പെടുത്തില്ലെങ്കിൽ ആകെ കുഴപ്പമാണ്. CMSകാർ ചെന്ന് യേശുക്രിസ്തുവിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വിശ്വസിക്കണം. BMSകാരും എന്ത് ചെയ്യുന്നു, അവരും ചെന്ന് പറഞ്ഞു യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അവർക്ക് ന്യായമായിട്ടൊരു സംശയം ഉണ്ടായി, ഇവർ പറയുന്ന ഏത് യേശുക്രിസ്തുവാണ് യഥാർത്ഥ യേശുക്രിസ്തു? ശ്രദ്ധിക്കണേ, ഇവർ പറയുന്നത് ഏത് യേശുക്രിസ്തുവാണ് യഥാർത്ഥ യേശുക്രിസ്തു? LMS പറയുന്ന യേശുക്രിസ്തുവാണോ, CMS പറയുന്ന യേശുക്രിസ്തുവാണോ, അതോ BMS പറയുന്ന യേശുക്രിസ്തുവാണോ യഥാർത്ഥ യേശുക്രിസ്തു? അതുകൊണ്ട് അവരൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഏത് യേശുക്രിസ്തുവിനെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, എല്ലാവരും മിഷൻ ഭയങ്കര തീക്ഷ്ണതയാണ്. അവർ പറഞ്ഞു ഞങ്ങൾ പറയുന്ന ക്രിസ്തുവാണ്, ഇവർ പറഞ്ഞു ഞങ്ങൾ പറയുന്ന ക്രിസ്തുവാണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളൊരു ധാരണയിലെത്ത്, എന്നിട്ട് ഒരു ക്രിസ്തുവിനെ പറയാം. അവരങ്ങ് പോയി. ഈ പുസ്തകമൊക്കെ വളരെ നല്ലതായിട്ട് വായിച്ച് പഠിച്ച ആൾക്കാരായിരുന്നു അവരും. അവരാരും എന്തായിത്തീർന്നില്ല, അവരാരും ക്രിസ്ത്യാനികളായി തീർന്നില്ല. കാരണം ഇതിൻ്റെ അകത്ത് പറയുന്ന ആൾക്കാരെ ഒന്നും എന്ത് ചെയ്യത്തില്ല, അവർക്ക് കാണാൻ പറ്റി. അങ്ങനെ വന്നപ്പോഴാണ് പിതാക്കന്മാർ വേദപുസ്തകം ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, പിന്നെ പലതെന്തിനാണ് പിടിച്ചുകൊണ്ട് നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കുന്നവരെന്ത് ചെയ്യണം, ഒന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞ് മറ്റ് യാതൊരുവിധമായ വ്യത്യാസങ്ങളുമല്ല, ക്രിസ്തു വിശ്വാസം എന്നുള്ള കർത്താവ് എന്നുള്ള കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ പാരമ്പര്യങ്ങളെല്ലാം ഒന്നായിത്തീർന്നു. കർത്താവിനെ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത്, വ്യത്യസ്ത വിശ്വാസ പാരമ്പര്യങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരുമിച്ച് നിന്ന് കർത്താവിനെ സാക്ഷിപ്പാൻ, കർത്താവിനെ ഉയർത്തുവാൻ, യേശുവിനെ ഉയർത്തുവാൻ രൂപീകരിക്കപ്പെട്ടതാണ്, ഒന്നായി തീർന്നതാണ് നമ്മുടെ സഭ, CSI സഭ. മനസ്സിലായല്ലോ? അത് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. കർത്താവിനെ സാക്ഷിപ്പാൻ ഒന്നായി തീർന്ന സഭ, CSI സഭ ഒന്നായി തീർന്ന സഭയാണ്. മറ്റുള്ള സഭകളെല്ലാം ഒറ്റ സഭകളാണ്. CSI സഭ ഒന്നായി തീർന്ന സഭയാണ്, മറ്റതെല്ലാം ഒറ്റ സഭകളാണ്. സീറോ മലബാർ എന്ന് പറഞ്ഞാൽ ഒറ്റ സഭയാണ്. മലങ്കര കത്തോലിക്ക എന്ന് പറഞ്ഞാൽ ഒറ്റ സഭയാണ്. ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ ഒറ്റ സഭയാണ്. നമ്മുടെ സഭ എന്താണ്? ഒന്നായി തീർന്ന സഭ. മറ്റതെല്ലാം ഒറ്റ സഭകളും നമ്മൾ ഒന്നായി തീർന്ന സഭകളും. ഓക്കെ, നമ്മുടെ കൂട്ടത്തിൽ ആരെല്ലാം ഉണ്ട് ഒന്നായി തീർന്നപ്പോൾ? ഭാഷ ഒന്നാണോ? എത്ര ഭാഷക്കാർ കാണും? എത്ര ഭാഷക്കാർ കാണും? മലയാളികൾ തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ, നമ്മൾ മലയാളം പറയും. പിന്നെ അത് കാണും തമിഴ്, പിന്നെ എന്താണ്ട് കന്നഡ, പിന്നെ എന്തുണ്ട് തെലുങ്ക്, എന്തോ ഓക്കെ. കൃത്യമായിട്ട് 3-4 ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുന്നുണ്ട് CSI അല്ലേ. ഓക്കെ, അവരൊക്കെ എന്നൊക്കെ വന്നവരായിരിക്കും? ഇന്നലെ സ്നാനപ്പെട്ടവരും എവിടുത്തെ ആൾക്കാരാണ്? അംഗങ്ങളാണ്, നമ്മുടെ ഈ സഭയിലെ അംഗങ്ങളാണ്. നൂറ്റാണ്ടിന് മുമ്പ് സ്നാനപ്പെട്ടവരും ആരാണ്? അവരും ഈ സഭയിലെ അംഗങ്ങളാണ്. AD 50 തൊട്ട് തോമസ് ലീഗ ഇവിടെ വന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്ന പാരമ്പര്യ സഭകൾ. ആ പാരമ്പര്യ സഭയിലുള്ള ആൾക്കാരും ഇന്നലെ സ്നാനപ്പെട്ടവരും ഈ സഭയിലെ അംഗങ്ങളാണ്. ഓക്കെ, ഇവരെല്ലാവരും ചേർന്നാണ് നമ്മുടെ സഭ. അതാണ് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇനി സാമ്പത്തികം നോക്കിയാലോ, കൂലിപ്പണിക്ക് പോകുന്നവരും വലിയ മുതലാളിമാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. പഠിത്തം നോക്കിയാലോ, എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്തവരും ഉന്നതമായ വിദ്യാഭ്യാസമുള്ള ആൾക്കാരും എവിടെയുണ്ട്? നമ്മുടെ സഭയിൽ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന വളരെ മനോഹരമായൊരു സഭയാണ് നമ്മുടെ സഭ. എല്ലാവർക്കും ചേർന്ന് നിന്ന് കർത്താവിനെ ആരാധിപ്പാനും കർത്താവിനെ ഉയർത്തുവാനും പറ്റിയ ഒരേ ഒരു സഭ ഏത് സഭയാണ്? നമ്മുടെ സഭയാണ്, CSI സഭയാണ്. നമ്മുടെ സഭ ഒന്നായി തീർന്ന സഭയാണ്. ഓക്കെ, മറ്റൊരു കാര്യം കൂടെ ചേർത്ത് പറയാനുണ്ട്. സഭ നമ്മളിപ്പോൾ LMS, CMS, BMS എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ഥിരീകരണത്തിന് പഠിക്കുമ്പോൾ അത് കുറെ ക്ലിയർ ആയിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത്. അത് പാരമ്പര്യങ്ങളാണ്. നമ്മുടെ സഭ വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ ഒന്നു ചേർന്ന സഭയാണ്.
പാരമ്പര്യങ്ങൾ എന്ന് പറയുന്ന ഇതാണ്. ഒന്ന് എപ്പിസ്കോപ്പൽ പാരമ്പര്യമാണ്, മറ്റൊന്ന് പ്രസ്ബിറ്റേറിയൻ പാരമ്പര്യമാണ്, മറ്റൊന്ന് കോൺഗ്രിഗേഷണൽ പാരമ്പര്യമാണ്. 3 വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ: എപ്പിസ്കോപ്പൽ, പ്രസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷൻ, പിന്നെ മെത്തഡിസ്റ്റ് സഭയും കൂടെ എന്ത് ചെയ്തു കൂടെ ചേർന്നു. ഇത്രയും സഭകൾ ചേർന്ന് ചരിത്രപരമായ എപ്പിസ്കോപ്പസി എന്ത് ചെയ്തു, നമ്മുടെ സഭ CSI സഭ അംഗീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ വളരെ വിശാലമായ ഒരു ഐക്യം എന്ത് ചെയ്ത് സ്ഥാപിതമായത്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ഒരു സഭയുണ്ട്. അതേതാ? CSI പോലെ തന്നെ നോർത്ത് ഇന്ത്യയിലുണ്ട്. ഏതാ? CNI. അതും ഒരു ഐക്യസഭയാണ്. 1970-ലാണ് സഭ രൂപീകൃതമായത്. അതും ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഐക്യസഭ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വർഷങ്ങളായിട്ട് നടക്കുന്ന ചർച്ചകളുണ്ട്. CSI, CNI, മാർത്തോമ, ഈ 3 സഭകളും കൂടെ ഒരുമിച്ച് പോകണം ഇന്ത്യയിൽ എന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നു ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ വളരെ നാളായി ചർച്ചകൾ നടക്കുന്നു. അതിൻ്റെ ഒരു ചുവടുവെപ്പ് എന്നുള്ള നിലയിൽ ഒരു 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 ജോയിൻറ്റ് കൗൺസിൽ എന്ത് ചെയ്തിട്ടുണ്ട്. CSI, CNI, മാർത്തോമ ജോയിൻറ്റ് കൗൺസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രൂപീകരിക്കപ്പെടണം. അതുപോലെ തന്നെ നമ്മുടെ ആരാധനകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് പൊതുവായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പാഠങ്ങളും ചിന്താവിഷയങ്ങളൊക്കെ പോകുന്നത്. വർഷത്തിലൊരിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്, അച്ഛന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എന്ത് ചെയ്യാറുണ്ട്, പ്രസംഗങ്ങളൊക്കെ നടത്താറുണ്ട്, ആരാധനയൊക്കെ നടത്താറുണ്ട്. അത് ഐക്യത്തിൻ്റെയിലേക്കുള്ള പോക്കാണ്. ഞാൻ പൊതുവെ പറഞ്ഞു വന്നപ്പോൾ അത്രയും പറഞ്ഞു വന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ സഭയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സഭ എന്തിനു വേണ്ടി എന്ന്, ഈ ഐക്യം എന്തിനു വേണ്ടി ഉണ്ടായി എന്നുള്ളത് ഓർത്തിരിക്കണം. എല്ലാവരെയും ചേർത്ത് നിർത്താനും എല്ലാവരും ഒരുമിച്ച് പോകാനും കർത്താവിനെ ഉയർത്താനും വേണ്ടിയാണ് ഈ ഐക്യസഭ ഉണ്ടായത് എന്ന് നമ്മൾ മറന്നു പോകരുത്. വേറെ ഒരു കാര്യത്തിനും വേണ്ടിയല്ല. ഇന്ത്യയിൽ യേശുവിനെ ഒരുമിച്ച് നിന്ന് സാക്ഷിപ്പാൻ വേണ്ടിയാണ് അതിൻ്റെ കാതലായ ലക്ഷ്യം. അതായിരുന്നു. ഇന്നും അത് തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 44-ാമത്തെ പ്രതിഷ്ഠാദിനം നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ഒരു പടി കൂടി, ഒരു പ്രതിഷ്ഠയോടുകൂടെ അടുത്ത വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് ഇടയായി തീരട്ടെ. ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രമാണമായിട്ട് നമ്മൾ ഇരിക്കണം. കൽപ്പനകൾ എന്ത് ചെയ്യണം, കൽപ്പനകൾ നമ്മൾ ഇവിടെ ഇന്ന് അച്ഛൻ ഒരു കൽപ്പനയുടെ ഏതെങ്കിലും ഭാഗം അച്ഛൻ പറഞ്ഞായിരുന്നോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ന് കൽപ്പനകൾ ഏതെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞോ ഓക്കെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉള്ള ഇടമെന്നാണ്. അതാണ് അതിൻ്റെ. ഇപ്പം നമ്മൾ യാക്കോബ് എന്ത് ചെയ്തു? യാക്കോബ് സ്വപ്നം കൊണ്ടു. യാക്കോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനെന്ത് ചെയ്തില്ല, ഞാൻ അറിഞ്ഞില്ല എന്നാ പറയാം. അപ്പോൾ ദൈവ ആരാധനയ്ക്ക് വേണ്ടി എവിടെയെല്ലാം സ്ഥലങ്ങൾ വേർതിരിക്കുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട് എന്നാണ് വചനം നമുക്ക് അസന്നിഗ്ധമായിട്ടുള്ള ഉറപ്പ് നൽകുന്നത്. അതുകൊണ്ട് ദേവാലയം ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട്. സലോമൻ രാജാവ് ആലയം പ്രതിഷ്ഠിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നതാണ്, എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും എപ്പോഴും ഇവിടെ ഇരിക്കും. എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും എപ്പോഴും ഇവിടെ ഇരിക്കും. എവിടെ? ദൈവാലയത്തിൽ ഇരിക്കും, അല്ലേ? നമ്മളിവിടെ വരുമ്പോൾ ഓർത്തോണം, ഇവിടെ എന്തുണ്ട് കുഞ്ഞുങ്ങളെ? എന്തുണ്ട് ഇവിടെ? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ദൈവിക സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ അവരെന്നാ ചെയ്യുന്നുണ്ട്? കുരിശൊക്കെ വയ്ക്കും, അല്ലേ? ചിലരവിടെ നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചിലരെന്ത് ചെയ്യുന്നു? മടിക്കുത്തൊക്കെ അഴിച്ചിട്ടിട്ട് എന്ത് ചെയ്യുന്നു? അല്പസമയം പ്രാർത്ഥിക്കും, അല്ലേ? അവരങ്ങോട്ട് പോകുമ്പോൾ അത് ചെയ്യും, ഇങ്ങോട്ട് വരുമല്ലോ. കുറഞ്ഞ പക്ഷം ഇങ്ങനെയെങ്കിലും കാണിയില്ലോ. സീസക്കാർ പോയാലോ? സീസക്കാർ പോയാലോ? നമ്മളുടെ വിചാരം നമ്മൾ വിശ്വാസത്തിൽ വലിയ വളർച്ച പ്രാപിച്ചവരാണെന്നാണ് നമ്മുടെ വിചാരം. എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടം അതിൽ നമ്മൾ വാസം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മളത് അല്ലാത്ത ആൾക്കാരെന്ത് ചെയ്യുന്നുണ്ട്? ഈ പള്ളിയുടെ മുമ്പിൽ വന്ന് ആ റോഡിൽ നിന്നോ എന്ത് ചെയ്യുന്നുണ്ട്? സീസൈക്കാരല്ലാത്ത പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, അല്ലേ? നമ്മളോ ഒരുപക്ഷെ നമ്മളെക്കാൾ വിശ്വാസം ആർക്കുണ്ട്? ബാക്കിയുള്ള ആൾക്കാർക്കുണ്ട്. അവർ വിശ്വസിക്കുന്നു ദൈവം ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട്. നമ്മളോ
നമ്മൾ പ്രാർത്ഥിക്കാൻ എവിടെയാണ് പോകുന്നത്? ചിന്തിക്കണം. നമ്മൾ ആരെങ്കിലും പറഞ്ഞു വിടാറുണ്ടോ? സുഖമില്ലാത്ത ഒരാൾ നമ്മളെ കണ്ടു, നമ്മൾ പറയാം, സഹോദരി നിങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരാളെ നമ്മൾ പറഞ്ഞു വിടുമോ? പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച്, ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി പേര് സൗഖ്യം പ്രാപിച്ചു പോയെന്നാണ് വേദോസം പറയാം, അല്ലേ? നമ്മൾ ആരെങ്കിലും കൊണ്ട് പറഞ്ഞു വിടാറുണ്ടോ? ഇവിടെ മാത്രമല്ല, ഒരു പള്ളിയിലേക്ക് ആൾക്കാർ പറഞ്ഞു വിടാറ്. കാരണം നമുക്ക് അത്രയും വിശ്വാസമുണ്ട്. നമ്മൾ പറഞ്ഞാൽ ദൈവം കേൾക്കുമ്പോൾ നമുക്ക് അത്രയൊരു ഉറപ്പില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാറില്ല, നമ്മൾ ആരെയും ഇങ്ങോട്ട് പറഞ്ഞു വിടാറില്ല. ഞങ്ങൾക്ക് ഇഷ്ടികലയിൽ ഒരു പള്ളിയുണ്ട്, പുതിയതായിട്ടുണ്ടാക്കിയൊരു പള്ളിയാണ്. അതിന് 3 വാതിലുകളുണ്ട്. 3 വാതിലിൽ ഒരു വാതിൽ എന്ത് ചെയ്തിരിക്കും, എപ്പോഴും തുറന്നിട്ടിരിക്കും. ടൗണാണ്. അപ്പോൾ ആൾക്കാർ വന്ന് പകൽ മുഴുവനും എന്ത് ചെയ്യുന്നുണ്ട്, അവർ വന്ന് അവിടെ വന്ന് ആൾക്കാരിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് കാണാം. അവർ പ്രാർത്ഥനാലയമായിട്ടാണ് കണക്കാക്കുന്നത്. അവർ വരുന്നു, അവരുടെ കാര്യം പറയുന്നു, പോകും. പറഞ്ഞത് ദൈവവും ഉണ്ടെന്നുള്ള നമ്മുടെ വിശ്വാസമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് പോകുന്നത്, അല്ലേ? നമ്മളതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, വേണ്ട രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തയില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഓർത്ത് ദൈവമേ അങ്ങനെയല്ല ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞ് പുതിയ തീരുമാനത്തോടെ കടന്നു പോകാനുള്ള അവസരമാകുന്നു ഇത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം ഒന്നെടുത്തേ മക്കളെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. വായിച്ചു. എടുത്തവർക്ക് ആർക്ക് വേണേലും വായിക്കാം. ഓക്കെ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഒന്നും ചെയ്തില്ല. പ്രാർത്ഥിക്കും. അങ്ങനെയാണ് എങ്ങനെ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഇപ്പോൾ വായിച്ചു തരുന്ന കൽപ്പന പ്രമാണിക്കും. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒഴുക്കനായിട്ട് എന്ത് ചെയ്യരുത്, മറുപടി പറയരുത്. ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാൻ, പറയാനായിട്ട്. ഇവിടെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തീരുമാനം എടുത്ത് പറയുന്നുണ്ട്. ചോദിക്കുമ്പോൾ ഒഴുക്കം മറുപടി പറഞ്ഞു പോയാൽ എന്ത് ചെയ്യത്തില്ല, അതിവിടെ പറയുന്നത് ദൈവം ഓർത്തിരിക്കും. നിങ്ങളിവിടെ പറഞ്ഞിട്ട് നിങ്ങൾ മറന്നാലും പിന്നെ ഒരിക്കലും എന്ത് ചെയ്യും, ദൈവം ചോദിക്കും, നിങ്ങളിവിടെ വന്ന് പ്രതിജ്ഞ എടുത്തിട്ട് പോയതല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് വേദോസം വായിക്കാൻ, എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ, എന്തുകൊണ്ടാണ് പള്ളി വരാൻ എന്ന് ചോദിക്കും. അത് ഓർത്തോണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൺഫർമേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ നമ്മുടെ ജീവിതത്തിൽ, സഭാമക്കളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. ഒരു തീരുമാനം എടുത്തുകൊണ്ട് പോകുന്ന അവസരമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും പറഞ്ഞു? കൽപ്പനകൾ കാത്തുകൊള്ളും. കൽപ്പന കാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കൽപ്പന അനുസരിക്കുക എന്നർത്ഥം, അല്ലേ? ഇന്ന് കൽപ്പന വല്ലതും പറഞ്ഞോ പള്ളിയിൽ? എന്നാ പറഞ്ഞു? പറഞ്ഞു? ഓക്കെ. കൽപ്പനയുടെ ചുരുക്കം യേശു പറഞ്ഞ് എന്ത് ചെയ്തു, ഇവിടെ പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാം കൂടെ എന്നാ പറഞ്ഞു? ഓക്കെ. വലിയ ഓർത്ത വിചാരിച്ചവരാണോ പറഞ്ഞേ? ഇവരാരെങ്കിലും അത് പറഞ്ഞായിരുന്നോ? കൽപ്പന പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കണമേ, അല്ലെ അനുസരിക്കണമേ, സഹായിക്കണമേ. ആരെങ്കിലും വലിയ കാര്യമായിട്ട് പറഞ്ഞു ആർക്കറിയാം, അല്ലേ? അതുകൊണ്ട് നമ്മൾ ആരാധിക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? ആരാധിക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്, എന്താണ് പറയാതിരിക്കുന്നത്, നമ്മൾ ആരെയാണ് ആരാധിക്കുക എന്നുള്ളൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. വളരെ പ്രാർത്ഥനയോടെ എന്ത് ചെയ്യുക, ആലയത്തിലേക്ക് വരിക. ഇവിടെ വരുമ്പം ആരുടെ സന്നിധിയിലേക്കാണ് വരുന്നത്? ആരുടെ സാന്നിധ്യമുണ്ട് മക്കളെ? ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. വേദോസം പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ ഹൃദയവും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഉണ്ട്. ഓക്കെ. ദൈവത്തിൻ്റെ കണ്ണും കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? കണ്ണുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും കാണുന്നു. കൊയറുകാരെ കാണുന്നു, അവിടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ കാണുന്നു, ആരാധന എടുക്കുന്ന അച്ഛനെ കാണുന്നു, പ്രസംഗം പറയുന്ന ബിഷോപ്പിനെ കാണുന്നു, അല്ലേ? ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ കാണുന്നു, അവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരെയും അമ്മച്ചന്മാരെയും കാണുന്നു, ഓടി നടക്കുന്ന പിള്ളേരെ കാണുന്നു. എല്ലാവരും ആര് കാണുന്നുണ്ട്? ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് ദൈവം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. എന്തായിരിക്കും അത് അർത്ഥം? എന്തായിരിക്കും? ദൈവത്തിൻ്റെ ഹൃദയം കൊണ്ട് ദൈവം നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നു. ഓർക്കണം, ദൈവത്തിൻ്റെ ഹൃദയം കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഹൃദയത്തെ കാണും.
നിങ്ങളുടെ ഹൃദയത്തെ നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എവിടെയായിരിക്കും? ഹൃദയം എന്ന് പറഞ്ഞാൽ അത് ഒരു ആലങ്കാരികമായ ഭാഷയിൽ ഉള്ളിലെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ചിന്തകളെന്നോ വിചാരങ്ങളെന്നോ അകത്തെ മനുഷ്യനെന്നോ എന്നൊക്കെ നമുക്ക് പറയാം. കർത്താവ് ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ നോക്കുമ്പോൾ നമ്മിൽ പലരും എവിടെയില്ല? 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 ഇവിടെയില്ല. നമ്മൾ എവിടെയായിരിക്കും അന്നേരം? ഇന്നിപ്പോൾ സ്ഥിരീകരണം കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് അവിടെ ഒന്നൊന്നരം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് പോകണം, എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യണം, കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർക്കുള്ളത്. പിന്നെ പേരൻസിനോ? അപ്പോൾ അത് കുറച്ചുകൂടെ കാര്യങ്ങൾ ശരിയാക്കേണ്ടത് അതാണ്. അവരെവിടെയാണ്? അവരവരുടെ വീട്ടിലാണ്. പിന്നെ പ്രായമുള്ള ആൾക്കാർ പല എൻഗേജ്മെൻറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? കല്യാണത്തിന് പോകേണ്ടവരുണ്ട്, മാമോദീസയ്ക്ക് പോകേണ്ടവരുണ്ട്, സുഹൃത്തുക്കൾ വീട്ടിൽ പോകേണ്ടവരുണ്ട്, ജോലിക്കാരത്തിന് പോകേണ്ടത്. അവരുടെ എല്ലാം മനസ്സിലെന്താണ്? ഈ തിരുമേനി എപ്പോഴാണ് പ്രസംഗം തീർന്നപ്പം ഒന്ന് പോയാൽ മതിയായിരുന്നു, എന്ത് ചെയ്യുന്നു? അങ്ങനെ ഇരിക്കുന്നു അല്ലേ? നമ്മുടെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ നോക്കുമ്പോൾ നിങ്ങളാരും എവിടെയില്ല? ആലയത്തില്ല. കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എവിടെയുണ്ട്? നിങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഹൃദയം കൊണ്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? നിങ്ങളാരും ഇവിടെയില്ല. നമ്മൾ ഓർത്തിരിക്കണം, നമ്മുടെ ഈ പുറമേയുള്ള മനുഷ്യനും അകമയുള്ള മനുഷ്യനും ഒരുമിച്ച് വന്ന് ആരാധിക്കുമ്പോഴാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് എന്ന് മറന്നു പോകരുത്. അതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ന് പറയുന്നത്. അതാണ് അർത്ഥപൂർണമായ ആരാധന എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, അർത്ഥപൂർണമായ ആരാധന. അതിന് വിരുദ്ധമായിട്ട് വേറൊരു പ്രധാന വിഷയപ്രബോധനം പറയുന്നുണ്ട്, വ്യർത്ഥമായ ആരാധന. വ്യർത്ഥമായ ആരാധന പറഞ്ഞാൽ അർത്ഥമില്ലാത്ത ആരാധന എന്നാണ് മനസ്സിലാക്കണം. അർത്ഥമില്ലാത്ത ആരാധന പറഞ്ഞാൽ അതാണ് വ്യർത്ഥ ആരാധന. പെരുന്നാളുകൾ വ്യർത്ഥം എന്ന് വിഷയപ്രബോധനം പറയുന്നു. പെരുന്നാളുകൾ, അമാവാസികൾ വ്യർത്ഥം എന്ന് പറയുന്നു. ശബത്ത് ആചരിക്കുന്നത് വ്യർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം വേറെ ഒന്നുമല്ല, അത് രണ്ടായി പോകുന്നു എന്നുള്ളതാണ് അതിനകത്ത്. രണ്ടും കൂടെ ഒരുമിച്ച് വേണം കേട്ടോ. നമ്മൾ ഏകാഗ്രമായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. അത് ആര് കാണുന്നുണ്ട്? അത് ദൈവം കാണുന്നു. അർത്ഥപൂർണമായ ആരാധനയ്ക്കായിട്ട് കൂടി വരുവാൻ, പ്രാർത്ഥനയോട് കൂടി വരുവാൻ, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് തിരികെ പോകുവാൻ 44ാമത് പ്രതിഷ്ഠാദിനം, സഭാദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഓർത്ത് ദൈവദിനത്തിൽ പുതിയ തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി, ദേശത്തിന് ആകമാനമായിട്ട് ഒരു അനുഗ്രഹമായി ഈ സഭ, ഈ ദേവാലയം നിലനിൽക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.